السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله العلي العظيم. قال النبي صلى الله عليه وسلم: لله أفرح بتوبة عبده من أحدكم سقط على بعيره وقد أضله في أرض فلات. اطلب متابا بالندامة مقلعا وبعزم ترك الذنب فيما استقبل وبراءة من كل حق آدمي ولهذه الأركان فرع وكملا. ഏറ്റവും ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാർ, കാരണവന്മാർ, സഹോദരീ സഹോദരന്മാർ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമളാനിൻ്റെ മുന്നോടിയായിട്ടുള്ള ശഅബാൻ മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. റമളാനിനെ സ്വീകരിക്കാനും വേണ്ടതുപോലെ തയ്യാറെടുപ്പുകൾ നടത്താനും യജമാനനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഈ പ്രവർത്തനങ്ങളും അനുബന്ധ കാര്യങ്ങളും അള്ളാഹു സ്വീകരിച്ച് നാളെ പാരത്രിക ലോകത്ത് വലിയ ഉപകാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലാണല്ലോ നാം ഉള്ളത്. ശഅബാൻ മാസത്തെക്കുറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചത് ശഅബാനു ഷഹരി, ശഅബാൻ എൻ്റെ മാസമാണ് എന്നാണ്. പരിശുദ്ധമായ റജബ്, ആ റജബിൽ നാം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് എന്ന് പരിചയപ്പെട്ടു. റമളാൻ അത് എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്നാണ് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത്. ശഅബാനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തിയിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശഅബാൻ മാസം വലിയ പവിത്രമുള്ള മാസമാണ് എന്നതിൽ തർക്കമില്ല. തുടർന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്: ശഅബാനുഹു വൽ മുകഫിറു വറമളാനുഹു വൽ മുതഹിറു. പരിശുദ്ധമായ ശഅബാൻ മാസം പാപങ്ങളെ പൊറുപ്പിക്കുന്ന മാസമാണ്. വറമളാനുഹു വൽ മുതഹിറു, വിശുദ്ധമായിട്ടുള്ള റമളാൻ മാസം ശുദ്ധീകരിക്കപ്പെടുന്ന മാസവുമാണ്. ഈ മാസം നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ട മാസമാണ്. ഈ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു: വഫീഹി തുർഫഉ അഅമാലുൽ ഇബാദി ഇലാ റബ്ബിൽ ആലമീന ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വായിമുൻ. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ശഅബാൻ മാസത്തിലാണ് അടിമകളുടെ അമലുകൾ അല്ലാഹു തആല ഉയർത്തപ്പെടുന്നത്. അല്ലാഹുവിലേക്ക് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള ഏടുകൾ ഉയർത്തപ്പെടുന്നത് ഈ ശഅബാൻ മാസത്തിലാണ്. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
എൻ്റെ അമൽ ഉയർത്തപ്പെടലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു. വ അന സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനായിരിക്കെ. കാരണം ഈ അമലുകളെല്ലാം ഉയർത്തപ്പെടുമ്പോൾ ഞാൻ ഒരു സൽക്കർമ്മം ചെയ്തവരായിട്ടാണ് രേഖപ്പെടുത്തപ്പെടേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ശഅബാൻ മാസം അത് വളരെ നിസ്സാരമായി കാണേണ്ട മാസമല്ല. വളരെയധികം പ്രാധാന്യത്തോടുകൂടെ, ബഹുമതിയോടുകൂടെ, സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മാസമാണ് ശഅബാൻ മാസം. നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഈ മാസത്തിലാണ് എന്ന് പറയുമ്പോൾ, ഈ മാസം നമ്മളെ സംബന്ധിച്ച് വലിയ നിർണായകമാണ്. ഒരു മനുഷ്യൻ 100 കൊല്ലം ജീവിച്ചു എന്ന് വിചാരിക്കുക. 99 വയസ്സുവരെ അദ്ദേഹം മുസ്ലിമായി കൊണ്ട് ജീവിച്ചു. 99ാമത്തെ വയസ്സിൽ ഇസ്ലാം എന്ന ബൗണ്ടറിക്ക് അപ്പുറം അദ്ദേഹം പോയി കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായും പരാജിതനാണ്. നേരെ തിരിച്ചു നോക്കൂ, 99 വയസ്സുവരെ ഒരു മനുഷ്യൻ ഇസ്ലാമിൻ്റെ അതിർത്തിക്കപ്പുറം നിന്നുകൊണ്ട് 99ാമത്തെ വയസ്സിൽ മഹനീയമായ ഇസ്ലാം പുൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിജയിച്ചവനുമാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രവർത്തനത്തിൻ്റെ അവസാനം നന്നാക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള ഒന്നാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നതായി കാണാം, മാ റഅയ്തുഹു സാമ ഫീ ഷഹ്രിൻ അക്സറ മിൻ സിയാമിഹി ഫീ ശഅബാന. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാനല്ലാത്ത ഒരു മാസത്തിൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോൽക്കുന്നുണ്ടെങ്കിൽ അത് ശഅബാൻ മാസത്തിലായിരിക്കുമെന്ന. ശഅബാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിയായി നോമ്പ് നോൽക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അവിടുത്തെ അടിമയായ ലുഅ്ലുഅത്ത് പറയുന്നതായി കാണാം. ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു റമളാനിന് ഒരുങ്ങുന്നത് പോലെ ശഅബാനിലും ഒരുങ്ങുമായിരുന്നു എന്ന. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ശഅബാൻ മാസമായാൽ സ്വഹാബികൾ പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിൽ വ്യാപൃതരാകുമെന്ന. റമളാനിലേക്കുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും അവസാന ഘട്ടത്തിൽ നടത്തുന്ന മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശഅബാൻ മാസമായാൽ അംർ ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു തൻ്റെ പീടിക അടയ്ക്കുകയും തൻ്റെ ഷോപ്പ് അടയ്ക്കുകയും ശഅബാനിലും റമളാനിലും പരിശുദ്ധമായ ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വയ്ക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നഖൗ അബ്ദാനകും ബി സൗമി ശഅബാന ലിസിയാമി റമളാൻ. റമളാൻ മാസം നോമ്പ് വരുമ്പോൾ ആ നോമ്പിന് വേണ്ടി ശഅബാൻ മാസത്തിൽ നിങ്ങൾ നോമ്പ് കൊണ്ട് ശരീരങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ശഅബാനു ജുന്നത്തും മിനന്നാർ ഫമൻ അറാദ അയ്യൽഖാനി ഫൽയസുംഹു വലൗ ബിസലാസതി അയ്യാമിൻ. പരിശുദ്ധമായ ശഅബാൻ മാസം നരകത്തിൽ നിന്നുള്ള ഒരു പരിചയാണ്. ഫമൻ അറാദ അയ്യൽഖാനി, ആരെങ്കിലും എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയസുംഹു, ആ ശഅബാൻ മാസത്തിൽ അവൻ നോമ്പ് നോൽക്കട്ടെ. വലൗ ബിസലാസതി അയ്യാമിൻ, ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും അവൻ നോമ്പ് നോൽക്കട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. ശഅബാനിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് പവിത്രതകളുള്ള, ശ്രേഷ്ഠതകളുള്ള, എണ്ണിയാൽ ഒതുങ്ങാത്ത പവിത്രതകളുള്ള മാസമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റജബിൽ ധാരാളം ഇബാദത്തുമായി ബന്ധപ്പെട്ട ആളുകൾ ശഅബാൻ ആകുമ്പോൾ അവർ കുറച്ച് പിന്നോക്കം നിൽക്കുകയാണ്. അതങ്ങനെയാണല്ലോ. ഒരു വിഷയത്തിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും നല്ല സ്പിരിറ്റ് ഉണ്ടാവും. അതിൻ്റെ മധ്യത്തിൽ നമ്മൾ ചിലപ്പോൾ അശ്രദ്ധവാന്മാരാകാറുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് പരീക്ഷാ പേപ്പർ കിട്ടുന്ന സമയത്തും ചോദ്യപേപ്പർ കിട്ടുന്ന സമയത്തും ആ പരീക്ഷ കഴിയാനാകുന്ന സമയത്തും ബേജാറ് കൂടുതലായിരിക്കും.
അതുപോലെ ഒരു റജബിലും റമദാനിലും ജനങ്ങൾ ഇബാദത്തിലായി മുഴുകും. ഷഅബാനിൽ ഒരു അശ്രദ്ധ അവർ കാട്ടാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കും എന്നാ ആയിഷ ബീവി പറയാൻ, ഫൈനഹും, അവരെവിടെ? റജബില് ഇബാദത്ത് കൊണ്ട് ധന്യമായ ആളുകൾ, റമദാനിൽ ഇബാദത്ത് കൊണ്ട് ധന്യമായ ആളുകൾ, അവർ ഷഅബാനിൽ എവിടെ പോയി? ഫൈനഹും, അവരെവിടെ പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമായിരുന്നുവെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഷഅബാൻ മാസത്തിലാണ് നാം ഇതുവരെ ചെയ്തു പോയ പ്രവർത്തനങ്ങളെല്ലാം യജമാനനായ റബ്ബിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഇനിയിപ്പോൾ നന്നായില്ലെങ്കിൽ നമ്മൾ എപ്പോഴാണ് നന്നാവുക? ഇനിയും തൗബ ചെയ്തില്ലെങ്കിൽ ഇനി നമ്മൾ എപ്പോഴാ തൗബ ചെയ്യുക? ഇപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്തില്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക? എന്തിനും പറ്റിയ മാസം, നന്നാകാൻ പറ്റിയ മാസം, തൗബ ചെയ്യാൻ പറ്റിയ മാസം, എല്ലാം കൊണ്ടും ഷഅബാൻ നാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഷഅബാൻ ഹുവൽ മുക്കഫിർ, ഈ പരിശുദ്ധമായ ഷഅബാൻ മാസം ദോഷങ്ങളെ പൊറുപ്പിക്കേണ്ട മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ വലുതും ചെറുതും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ സകലമാന തെറ്റുകളും നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാ. ഉസ്താദുമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഭാര്യ, സന്താനങ്ങളെ, സഹോദരിമാര്, സഹോദരന്മാര്, അവരുടെ മക്കളെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ അടുത്ത് എൻ്റെ വല്യമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ, ആ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അള്ളാഹുവിനോട് നാം പൊറുക്കലിനെ ചോദിച്ചാൽ അള്ളാഹുവിന് വലിയ സന്തോഷാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുതത്വഹിരീൻ. അല്ലാഹു തആല തൗബ ചെയ്യുന്നവരെ വളരെയധികം ഇഷ്ടപ്പെടുന്നുവെന്ന. ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് പൊരുത്തപ്പിടിക്കുക എന്നുള്ളത് എല്ലാ ആളുകൾക്കും കഴിയുന്നതല്ല. അത് നല്ല മനുഷ്യർക്കേ പറ്റൂ. അങ്ങനെയുള്ള മനുഷ്യന്മാരെ അള്ളാഹു വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നുവെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതല്ലേ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഒരു മകൻ, അവൻ കുരുത്തക്കേട് ചെയ്തു, നാട്ടുകാർ 2-3 പ്രാവശ്യം പരാതി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ പോയിട്ട് ഭാര്യയോട് പറയും, നിന്റെ മോനെ കൊണ്ട് ഇറങ്ങി നടക്കാൻ പറ്റണില്ലല്ലോ, ഇപ്പോൾ നീ വളർത്തിയ ദോഷമാണ്. അതങ്ങനെയാണ്. മക്കള് മോശമായി കഴിഞ്ഞാൽ ഉമ്മമാർക്കായിരിക്കും അതിൻ്റെ ക്രെഡിറ്റ് ഉണ്ടാവുക. വാപ്പമാർ ഉമ്മമാരെ നീ വളർത്തിയതിൻ്റെ കേടാണ് എന്ന് പറഞ്ഞിട്ടേ കുറ്റപ്പെടുത്തുള്ളൂ. അപ്പോൾ ഇയാളുടെ മകനല്ല അത് എൻ്റെ മകനാണ്, എൻ്റെ മോനെ കൊണ്ട് എന്നാ പറയാം. എന്നാൽ എന്തെങ്കിലും ആ മകനെ കൊണ്ട് നല്ല കാര്യം ഉണ്ടായിക്കോട്ടെ, എൻ്റെ മോൻ എന്നാ പറയാ വാപ്പമാരെ. അതൊരു പ്രകൃതാണ്, അതിനൊന്നും പറയാൻ പാടില്ല. തെറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ മക്കൾ തന്നെയാണ്. അപ്പോൾ ഭാര്യയുടെ മോനായിപ്പോയി അല്ലെങ്കിൽ മോളായിപ്പോയി, അങ്ങനെ ആവാൻ പാടില്ല. മക്കളുടെ വളർത്തുന്നതിൽ അത് വാപ്പാക്കും ഉമ്മാക്കും തുല്യ പങ്കാണുള്ളത്. മക്കള് നന്നായ വാപ്പാക്ക്, കേടായ ഉമ്മാക്ക്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ നോക്കൂ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. ഓ തെറ്റ് ചെയ്ത ആളുകളെ, തെറ്റ് ചെയ്തവരെ, അവരെ അല്ലാഹു തആല വിളിച്ചത് തന്നെ നോക്കൂ. യാ ഇബാദി എന്ന് വിളിച്ച്. ഓ എൻ്റെ അടിമകളെ, എന്ത് നല്ല വാക്കാണല്ലേ അത്. യാ ഇബാദി, എൻ്റെ അടിമകളെ, നിങ്ങൾ തെറ്റ് ചെയ്തവരാണോ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങളുടെ റബ്ബിൻ്റെ റഹ്മത്തിനൊത്തിട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട കേട്ടോ. അല്ലാഹു തആല പുറത്തു തരുട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു തആല എല്ലാ ദോഷങ്ങളെയും നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു തആല അങ്ങേയറ്റം പൊറുക്കുന്നവനാ, അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാ. അവിടെ അള്ളാഹുവിൻ്റെ ആ പ്രയോഗമാണ് നമ്മൾ ആലോചിക്കണേ. തെറ്റ് ചെയ്ത ആളുകൾ അല്ലേ, യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന അള്ളാഹു വിളിക്കുന്നത്. ഈ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആരെ ഇഷ്ടപ്പെടാം? പൊതുവേ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അള്ളാഹു വലിയ കർക്കശ സ്വഭാവമുള്ള ഒരു
ദേഷ്യമുള്ള ആളാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. എന്നാൽ അള്ളാഹുവിൻ്റെ അത്ര കരുണയുള്ള, പൊറുക്കുന്നവനായിട്ടുള്ള, സ്നേഹമുള്ള ആളുകൾ ആരാ ഉള്ളത്? ആരുമില്ല. എന്നിട്ട് അള്ളാഹു തആല ചോദിക്കുക, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ഞാനല്ലാതെ നിങ്ങളെ പാപങ്ങൾ ആരാ പൊറുക്കാനുള്ളത്? അതുകൊണ്ട് നിങ്ങൾ എന്നോട് തൗബ ചെയ്താൽ മതി. ആ ചെയ്ത തെറ്റിൽ നിങ്ങൾക്ക് ഖേദമുണ്ടായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ഒരു ഇസ്തിഗ്ഫാർ ചൊല്ലി, ഞാൻ ആ തെറ്റിന് ചെയ്യൂല അല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തആല പുറത്തു തരും. ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പൊറുപ്പിക്കുന്ന ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹു തആല എല്ലാ ദോഷങ്ങളും പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ അബുൽ ഖൈർ ഇബ്നു ജസ്രി റളിയല്ലാഹു അൻഹു ഹിജറ 833 വഫാത്തായ മഹാനാണ്. അദ്ദേഹത്തിനൊരു കിതാബുണ്ട്, അസ്സഹറുൽ ഫായിഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിതാബ്. ആ കിതാബിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനരായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ജനങ്ങളാകെ വെള്ളം കിട്ടാതെ വലഞ്ഞുപോയി. മഴ പെയ്യണേയില്ല, സസ്യങ്ങളെല്ലാം ഉണങ്ങിപ്പോയി, വലിയ വരൾച്ചയാണ്. മുല കൊടുക്കുന്ന ഉമ്മമാരുടെ സ്തനങ്ങളിൽ പാലില്ലാതിരിക്കുന്ന അത്രയും വലിയ ക്ഷാമമുള്ളൊരു സമയത്ത് ജനങ്ങളെല്ലാം മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അരികിലേക്ക് വന്നു. മൂസ നബിയോട് പരാതി പറഞ്ഞു. അതങ്ങനെയാണ് മഹാന്മാരോട്, അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാരോട് ദുആ കൊണ്ട് അഭ്യർത്ഥന നടത്തുക, അവരോട് സഹായം ചോദിക്കുക. അതൊക്കെ ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. ആരൊക്കെ സഹായിച്ചാലും അള്ളാഹുവാണ് സഹായിക്കുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. അള്ളാഹുവാണ് സഹായിക്കുന്നവൻ. ഈ സഹായം ഉണ്ടാകുന്നത് അള്ളാഹുവിൽ നിന്നാണ് എന്നാണ് എല്ലാ മുസ്ലിമീങ്ങളും വിശ്വസിക്കുന്നത്. ഇരിക്കട്ടെ, അങ്ങനെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവെ, മഴ കൊണ്ടായോ അല്ലാ, മഴ വേണമല്ലാ. അള്ളാഹു തആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹീ നൽകി. മൂസ നബിയെ, നിങ്ങൾക്ക് ഞാൻ മഴ തരൂല, അള്ളാഹു തആല പറയാ. എന്തേ കാരണം? പടച്ചോനെ, 40 കൊല്ലമായി തെമ്മാടിത്തരം മാത്രം നടത്തുന്ന ഒരാൾ നിങ്ങളുടെ സദസ്സിലുണ്ട്, അയാളുള്ളത് കാരണം ഞാൻ മഴ തരൂല എന്ന് പറഞ്ഞു. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറയാണ്, ഈ കൂട്ടത്തിൽ 40 കൊല്ലമായി തെമ്മാടിത്തരം ചെയ്യുന്ന, തെറ്റ് മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്, അതുകൊണ്ടാണ് അള്ളാഹു തആല മഴ തരാത്തതെന്ന് പറഞ്ഞപ്പോൾ ഈ 40 കൊല്ലമായിട്ട് തെറ്റ് ചെയ്യുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അയാൾക്ക് മനസ്സിലായി ഇതെന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ 2 കാര്യങ്ങളാണ് വന്നത്. ഒന്ന്, ഞാൻ കാരണം മഴ കിട്ടാതിരിക്കുകയാണല്ലോ. 2, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന ജനങ്ങളെല്ലാം ഞാൻ 40 കൊല്ലമായി തെമ്മാടിത്തരം ചെയ്യുന്ന ആളാണ് എന്ന് മനസ്സിലാക്കുമല്ലോ. ആ മനുഷ്യൻ ആ നിന്ന നിൽപ്പിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിക്കുകയാണ്. റബ്ബേ, എൻ്റെ ദോഷങ്ങളെല്ലാം നീ പുറത്തു തരണേ അല്ലാ, ഈ ജനങ്ങളുടെ മുന്നിൽ എന്നെ നീ വഷളാക്കല്ല അല്ലാ എന്ന് അള്ളാഹുവിനോട് ഖേദിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ഒന്ന് അള്ളാഹുവിലേക്ക് അടുത്തപ്പോൾ മഴ വർഷിക്കാൻ തുടങ്ങി. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ, ഈ സദസ്സിൽ നിന്ന് ഒരാളും പോയിട്ടില്ലല്ലോ. നീയല്ലേ പറഞ്ഞത് ഈ സദസ്സിലൊരു തെമ്മാടിയുണ്ട്, അയാളുള്ളത് കൊണ്ടാണ് മഴ കിട്ടാഞ്ഞത് എന്ന് നീയല്ലേ റബ്ബേ പറഞ്ഞത്. ഈ സദസ്സിൽ നിന്ന് ആരും പോയിട്ടില്ല, എന്താണ് ഇവിടെ സംഭവിച്ചത്? അല്ലാഹു തആല പറഞ്ഞു, അടിമ എന്നിലേക്ക് തൗബ ചെയ്തു പോയി. അടിമ എന്നോട് അവൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞു മനസ്സുകൊണ്ട് ഞാൻ അവൻക്ക് പുറത്തു കൊടുത്തുപോയി. ഖത്താബ ഇലയ്യ, ആ മനുഷ്യൻ എന്നോട് അവൻ്റെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞപ്പോൾ ഞാൻ ആ മനുഷ്യന് പൊരുത്തപ്പെട്ടു കൊടുത്തുപോയി. സഹോദരങ്ങളെ, ഇത്രയേ ഉള്ളൂ. മനസ്സുകൊണ്ടറിഞ്ഞുകൊണ്ട് നാം ചെയ്ത തെറ്റുകൾ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒന്ന് ഖേദിച്ചാൽ നമ്മുടെ റബ്ബ് പൊരുത്തപ്പെട്ടു തരും കേട്ടോ. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, പടച്ചോനെ, ആ മനുഷ്യൻ എനിക്കൊന്ന് കാണിച്ചല്ലോ അല്ലാ. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, ഇല്ല മൂസ, നടക്കൂല മൂസ. എന്തേ കാരണം? 40 കൊല്ലമായി ഈ മനുഷ്യനെ, ആ മനുഷ്യൻ്റെ അഭിമാനത്തെ, ഈ മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രവർത്തനവും ഞാൻ നടത്തിയിട്ടില്ല.
മൂസ, അനക്ക് ഞാൻ ആ മനുഷ്യനെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊരു വിചാരം വരും, 40 കൊല്ലമായിട്ട് തെറ്റ് ചെയ്യുന്ന മനുഷ്യനാണല്ലോ ഇത് എന്നുള്ളൊരു വിചാരം വരും. എൻ്റെ അടിമയെ മോശക്കാരനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മൂസ, അതുകൊണ്ട് പറഞ്ഞുതരാൻ പറ്റൂല. ഇതാണ് മുഅ്മിനീങ്ങളെ നമ്മുടെ റബ്ബ്. ആ റബ്ബിനെ നമ്മൾ സ്നേഹിക്കണം, ആ റബ്ബിലേക്ക് നമ്മൾ അടുക്കണം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിലേക്ക് അങ്ങേയറ്റത്തെ പ്രണയം, പ്രേമം, അള്ളാഹുവിനെ നാം സ്നേഹിക്കണം. അതല്ലേ മഹാന്മാരെ കുറിച്ച് പറഞ്ഞത്? അവരോട് നാളെ ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം വേണോ, 2 റക്അത്ത് നിസ്കാരം വേണോ എന്ന് ചോദിക്കുന്ന, അപ്പോൾ അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാർ പറയുന്ന 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി എന്ന്. അതിൻ്റെ കാരണം ചോദിച്ചാൽ, സ്വർഗം അത് എൻ്റെ ശരീരത്തിനുള്ള ഒരു സുഖമാണ്. പക്ഷേ 2 നേരത്തെ 2 റക്അത്ത് നിസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റബ്ബിലേക്കുള്ള തൃപ്തിയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത് എന്ന് മഹാന്മാർ പറയുമെന്ന. പ്രിയമുള്ളവരെ, നമ്മളെ ഒരു വാഹനം, ഒരു ബൈക്ക് നമ്മൾ അങ്ങാടിയിൽ വെച്ചുകൊണ്ട് എന്തോ ആവശ്യത്തിന് അടുത്തുള്ള ഷോപ്പിലേക്ക് പോയതാണ്. തിരിച്ചു വരുമ്പോൾ ആ വാഹനം കാണാനില്ല. നമ്മളെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെ ബേജാർ എന്തായിരിക്കും? അങ്ങനെ ആകെ ബേജാറായി ചുറ്റുഭാഗം നോക്കി കാണുന്നില്ല. അങ്ങനെ കുറേ നടന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ ആ ബൈക്ക് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങോട്ട് ഇരിക്കുന്നുണ്ട്. ആ വാഹനം കാണുമ്പോൾ നമ്മുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുമോ? സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുമോ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലല്ലാഹു അഫ്റഹു ബിതൗബതി അബ്ദിഹി മിൻ അഹദിക്കും. അല്ലാഹു തആല ഒരു അടിമ തൗബ ചെയ്തു എന്നറിയുമ്പോൾ, ഒരു അടിമ തൗബ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആലാക്ക് വലിയ സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, ഒരാൾക്കൊരു ഒട്ടകം ഉണ്ടായിരുന്നു, മരുഭൂമിയിൽ അതിനെ കാണാതെയായി. അദ്ദേഹം കുറേ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. എന്നിട്ടൊരു ഭാഗത്ത് നിന്ന് ആ ഒട്ടകത്തെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുണ്ടാകുന്ന സന്തോഷം എത്രയാണോ അതിലുപരി അള്ളാഹുവിനെ ഒരു അടിമ തൗബ ചെയ്ത് കഴിഞ്ഞാൽ വലിയ സന്തോഷമാണെന്നാ. അതുകൊണ്ട് നമ്മുടെ റബ്ബല്ലേ പ്രിയമുള്ളവരെ, റബ്ബ് പൊരുത്തപ്പെട്ടു തരും. നമ്മൾ തൗബ ചെയ്യേണ്ട മാസമാണല്ലോ ശഅബാൻ മാസം. റബ്ബിനോട് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ പൊറുക്കലിനെ ചോദിച്ചാൽ നമ്മളെ റബ്ബ് പൊരുത്തപ്പെട്ടു തരും കേട്ടോ. തൗബ വേണ്ടത് നമ്മുടെ ഖൽബ് കൊണ്ടാണ്. ഖൽബ് കൊണ്ട് ഖേദിക്കണം. ഒരു ദിവസം ഒരു സ്വഹാബി ഇങ്ങനെ ചൊല്ലി പറയാണ്, ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇങ്ങനെ ചൊല്ലാണ്, സ്പീഡിൽ ഇങ്ങനെ ചൊല്ലി പോവാ. അലി റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, അല്ല ഇജ്ജ് എന്താ കാട്ടണേന്ന് ചോദിച്ചു. എന്താ ഇപ്പം നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലാണ്. എന്നാ ഇജ്ജ് ചെയ്യണത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്വഹാബി ചോദിച്ചു, ഇസ്തിഗ്ഫാർ ചൊല്ലണത് ശരിയല്ലേ, എന്താ നിങ്ങൾ പറയണേന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തൗബത്തു കഹാദിഹി തഹ്താജു ഇലാ തൗബ. നീ ഇപ്പോൾ ഒരു അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുന്നുണ്ടെങ്കിൽ ഈ അസ്തഗ്ഫിറുല്ലാഹ് പൊറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാഹയും പാടെ ചൊല്ലേണ്ടി വരുമെന്ന്. അന്തേ കാരണം ഖൽബ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ പുറത്തു തരാൻ വേണ്ടിയിട്ട് ചിന്തിക്കുന്നില്ല. ഇങ്ങനെ വായ കൊണ്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ചൊല്ലുന്നത് ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്നാണോ, എന്നാൽ അത് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ ഓർത്തുകൊണ്ട് റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്ന രീതിയിലുള്ള അസ്തഗ്ഫിറുല്ലാഹ്, ഖേദിച്ചുകൊണ്ടുള്ള ഒരു അസ്തഗ്ഫിറുല്ലാഹ് വേണ്ടത്. നമ്മളൊക്കെ ദിക്റിന്റെ മജ്ലിസിലൊക്കെ പങ്കെടുക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നൊക്കെ ചൊല്ലും. അങ്ങനെ ചൊല്ലുമ്പോൾ നമ്മൾ എന്താണോ ചോദിക്കുന്നത് എന്നുള്ള ബോധം നമുക്ക് വേണം അല്ലേ? ദിക്റിന്റെ സദസ്സുകളൊക്കെ പരമാവധി നമ്മളെ മുതലാക്കണം കേട്ടോ. നമ്മൾ ദിക്റ് ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര സമയം കണ്ടെത്തുന്നുണ്ട്? നമ്മുടെ പള്ളികളിൽ മദ്രസകളിലൊക്കെ ദിക്റിന്റെ സദസ്സുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും പങ്കെടുക്കണം. എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ ചൊല്ല, സ്വലാത്ത് ചൊല്ല, ദിക്റ് ചൊല്ല, അള്ളാഹുവിനെ വിളിക്കുക, ദുആ ചെയ്യുക. ഒരുപാട് മുഅ്മിനീങ്ങൾ കൂടുന്ന സ്ഥലല്ലേ. ആ സമയത്ത് ഉസ്താദ് ദുആറക്കുമ്പോൾ ഏതെങ്കിലും ഒരു മുഅ്മിനിന്റെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിമ ആ കൂട്ടത്തിൽ ഉണ്ടാവാതിരിക്കൂലല്ലോ. ആ അടിമയുടെ ആമീൻ കൊണ്ട് നമുക്കെല്ലാവർക്കും അള്ളാഹു തആല പൊരുത്തപ്പെട്ട് തന്നാലോ. അതല്ലേ ജീവിതത്തിൽ ഏറ്റവും വലിയ കിട്ടല്. അതുകൊണ്ട് ദിക്റിന്റെ സദസ്സ്, സ്വലാത്തിന്റെ സദസ്സ്, ആത്മീയ സദസ്സുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ
അതിന് സമയം കണ്ടെത്തി നമ്മൾ പങ്കെടുക്കണം. പങ്കെടുത്തില്ലേ നമുക്ക് നഷ്ടമാണ്. ദിക്റ് ചെല്ലുന്ന ആളുകളെ അന്വേഷിച്ചുകൊണ്ട് മലക്കുകൾ ആകാശവാന ലോകങ്ങളിൽ കറങ്ങി നടക്കുമെന്ന ദിക്റിന്റെ സദസ്സ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വലിയ സന്തോഷം. അതുകൊണ്ട് ദിക്റിന്റെ സദസ്സിലൊന്നും പങ്കെടുക്കാതെ നമ്മൾ സമയമില്ല അല്ലെങ്കിൽ മടിയാണ് പല കാരണങ്ങളും പറഞ്ഞിട്ട് ഒഴിവായി കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. അല്ലാഹു തആല ആത്മീയമായിട്ടുള്ള പുരോഗതി നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനോട് ആ സ്വഹാബി ചോദിക്കുകയാണ്, വമാഹിയ തൗബ, പിന്നെ ഞാൻ എങ്ങനെയാ തൗബ ചെയ്യേണ്ടത് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലൽ മാളി മിനദ് ദുനൂബി ബിന്നദാമ, മോനെ നീ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുമ്പോൾ കഴിഞ്ഞുപോയ നിന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ഓർത്തുകൊണ്ട് ഖേദിച്ചുകൊണ്ട് നീ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണം. നമ്മുടെ ജീവിതത്തിൽ എത്ര തെറ്റുകൾ വന്നുപോയി. സ്വകാര്യ ജീവിതത്തിൽ ലോകത്ത് ഒരാൾക്കും അറിയാത്ത, എന്നാൽ നമുക്കും റബ്ബിന് മാത്രം അറിയുന്ന എത്ര തെറ്റുകൾ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയി. പ്രിയമുള്ളവരെ, ആ തെറ്റുകളൊക്കെ റബ്ബിനോട് പൊറുപ്പിക്കണ്ടേ? അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് ഖേദിച്ചുകൊണ്ട് ആ തെറ്റുകൾ പൊറുപ്പിക്കാതെ നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെട്ടു പോയില്ലേ? അതുകൊണ്ട് തൗബ, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് ചെയ്യണം എന്നുള്ള പ്രോത്സാഹനമല്ല ഇതുകൊണ്ട് നൽകുന്നത്. തെറ്റ് മനുഷ്യ സഹജമാണ്. മനുഷ്യനിൽ നിന്ന് സംഭവിച്ചു പോകാൻ സാധ്യതയുള്ള ഒന്നാണ് തെറ്റ്. ആ തെറ്റ് വന്നു കഴിഞ്ഞാൽ തൗബ വേണം. അതുകൊണ്ട് തൗബയുണ്ടാകേണ്ടത് ഖേദം കൊണ്ടാണ്, മനസ്സുകൊണ്ട് ഖേദിച്ചുകൊണ്ടാണ് തൗബ ചെയ്യേണ്ടത്. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നു. രണ്ടാമതായി അലി റളിയല്ലാഹു അൻഹു പറയാണ്, തൗബ ചെയ്തു കഴിഞ്ഞാൽ മോനെ, ഫർളായ കാര്യങ്ങളെല്ലാം ഖലാ ആയി പോയിട്ടുണ്ടോ, എന്നാൽ അത് ഖലാ വീട്ടണം. നിസ്കാരം ഖലാ ആയിട്ടുണ്ടോ, എന്നാൽ നിസ്കാരം ഖലാ വീട്ടണം. നോമ്പ് ഖലാ ആയിട്ടുണ്ടോ, എന്നാൽ നോമ്പ് ഖലാ വീട്ടണം. നിസ്കാരം ഒരുപാട് നിസ്കരിക്കാനുണ്ട്, എന്നിട്ട് അള്ളാഹുവിനോട് പറയാ, പടച്ചോനെ ഞാൻ ഒരുപാട് നിസ്കരിക്കാനുണ്ട്, നീ പുറത്തരണേ അല്ലാ. ആ തൗബ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ ഫർളായ കാര്യങ്ങൾ വീണ്ടെടുക്കാനുള്ള, ഖലാ വീട്ടാനുള്ള ഒരുക്കം ഇവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ പ്രായപൂർത്തിയായത് മുതൽ ഇന്ന് വരെ എത്ര നിസ്കാരങ്ങൾ ഖലാ വീട്ടിയിട്ടുണ്ടോ? നിർബന്ധമായി നമ്മൾ നിസ്കാരം ഖലാ വീട്ടണം. നമ്മൾ 5 നേരം നിസ്കരിക്കുന്നവരല്ലേ? സുബ്ഹി നിസ്കരിക്കുമ്പോൾ ആ സുബ്ഹിയുടെ കൂടെ ഒരു സുബ്ഹിയും പാടാൻ നിസ്കരിക്കുക, ളുഹറിന്റെ കൂടെ ഒരു ളുഹറും പാടാൻ നിസ്കരിക്കുക. അങ്ങനെ 5 നേരം 5 നിസ്കാരം ഖലാ വീട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിയും. ഫുഖഹാക്കൾ പറയുന്നത്, നിസ്കാരം ഖലാ ആയ മനുഷ്യനുണ്ടെങ്കിൽ അത്യാവശ്യം ജോലി, ഉറക്കം, ബാത്റൂമിൽ പോവുക, അവനിൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കാനുള്ള സമയം മാറ്റിവെച്ച് കഴിഞ്ഞാൽ മുഴുവൻ സമയവും നിസ്കാരം ഖലാ വീട്ടാൻ വേണ്ടി വിനിയോഗിക്കണമെന്നാണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിസ്കാരം ഖലാ വീട്ടണം. നോമ്പ് ഖലാ ആയിട്ടുണ്ടെങ്കിൽ നോമ്പ് ഖലാ വീട്ടണം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉമ്മ, ഉപ്പ, അവർക്ക് നോമ്പ് ഖലാ ഉണ്ടെങ്കിൽ ആരായിക്കോട്ടെ, അവർക്ക് നോമ്പ് ഖലാ ഉണ്ടെങ്കിൽ, ഉപ്പ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ സ്വത്തുക്കൾ വീതിക്കുന്നതിൻ്റെ മുമ്പ് ഉപ്പാക്ക് ഹജ്ജ് നിർബന്ധമായിട്ടുണ്ടോ, നോമ്പ് ഖലാ ഉണ്ടോ, അതൊക്കെ വീട്ടിയിട്ട് വേണം സ്വത്തൊക്കെ ഓഹരി വെക്കാനുള്ളത്. അതൊന്നും ചിന്തിക്കൂല. സ്വത്തുക്കളൊക്കെ മക്കള് ഇങ്ങനെ വീതിച്ചെടുക്കും. ഉപ്പാക്ക് അസുഖമായിട്ട് അവസാന സമയത്ത് നോമ്പോക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ മുദ്ദ കൊടുക്കണം. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് വേണം, ഉസ്താദുമാരോട് ആലോചിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. മൂന്നാമതായി അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു തആല തൗബ സ്വീകരിക്കണമെങ്കിൽ, നിന്റെ തൗബ അല്ലാഹുവിങ്കിൽ സ്വീകാര്യമാകണമെങ്കിൽ ബാധ്യതകൾ വീട്ടണം. ഒരാൾക്ക് 50,000 റുപ്യ കടം കൊടുക്കാനുണ്ട്, എന്നിട്ട് അള്ളാഹുവിനോട് ദ്വാരക്കാണ്, തൗബ ചെയ്യാണ്, പടച്ചോനെ ഞാൻ 50,000 റുപ്യ അവനക്ക് കൊടുക്കാനുണ്ട്, നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹു തആല പൊരുത്തപ്പെടണമെങ്കിൽ ആ മനുഷ്യന്റെ ബാധ്യതകളെല്ലാം നീ വീട്ടേണ്ടതുണ്ട്. ഇന്ന് കടം വാങ്ങാൻ എല്ലാവർക്കും ഉഷാറാണ്, എന്നാൽ കടം വാങ്ങിയ കായ് കൊടുത്ത് വീട്ടാൻ വലിയ പ്രയാസമാണ്. ഒരാളിൽ നിന്നൊരു മാസത്തെ ഇടവേളയ്ക്ക് കടം മേടിച്ചു, എന്നാൽ 10 മാസം അയാൾ പിന്നാലെ നടന്നു കഴിഞ്ഞാലും ആ കായ് കടം വീട്ടിയിട്ടുണ്ടാവൂല. എത്രമാത്രം ക്രൂരതയാണ്, എത്രമാത്രം വഞ്ചനയാണ് നടത്തുന്നത്. അദ്ദേഹത്തിന് ആ കാശ് ആവശ്യം വന്ന് നിർണായക ഘട്ടത്തിൽ ചോദിച്ചാൽ പോലും
വിളിച്ചാൽ ഫോൺ എടുക്കൂല, അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒളിച്ചടക്കും. അതൊന്നും ചെയ്യാൻ പാടില്ല. ഒരാളെയും വഞ്ചിക്കാൻ പാടില്ല, ഒരാളെയും ചതിക്കാൻ പാടില്ല, ഒരാളെയും പറ്റിക്കാൻ പാടില്ല. നമുക്ക് മരണമുള്ളതാണ്, ആഖിറുള്ളതാണ്. ആ ബോധം നമുക്ക് എല്ലാവർക്കും വേണം. നാലാമതായി അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നീ നിന്റെ ജീവിതത്തിൽ തെറ്റ് ചെയ്തതുപോലെ അള്ളാഹുവിന്റെ ഇബാദത്തിൽ നീ മുഴുകണം മോനെ. നമ്മൾ തെറ്റ് ചെയ്തത് എത്ര? ഒരു സിനിമ കാണാൻ നമുക്ക് എത്ര നല്ല ആനന്ദമായിരുന്നു, എത്ര നല്ല ആവേശമായിരുന്നു. അതുപോലെ തന്നെ സംഗീത പാർട്ടികൾക്ക് പോകാൻ നമുക്ക് വല്ലാത്ത ആഘോഷമായിരുന്നില്ല, ആവേശമായിരുന്നില്ലേ? അതെല്ലാം തെറ്റാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരുന്നല്ലോ. ആ തെറ്റ് ചെയ്യുമ്പോൾ നിനക്ക് എത്ര ആനന്ദമുണ്ടായിരുന്നോ, എന്നാൽ തൗബ ചെയ്തതിന് ശേഷം ആരാധനയിൽ നീ ആനന്ദം കണ്ടെത്തണം. അഞ്ചാമതായി പറയുകയാണ്, തെറ്റ് ചെയ്യുമ്പോൾ നിനക്കൊരു മധുരം ഉണ്ടായിരുന്നു അല്ലേ, എന്നാൽ ആരാധനയുടെ കയ്പ് നീ മനസ്സിലാക്കണം മോനെ. എത്ര വലിയ സാഹചര്യമാണെങ്കിലും റബ്ബ് പറഞ്ഞ ഒരു കാര്യത്തിന് അണുമണി തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ റബ്ബിനെ അനുസരിച്ചുകൊണ്ട് നീ നടക്കണം. ഒരു പെൺകുട്ടി അവളെ ഹിജാബ് ധരിച്ച് ഫർദ ധരിച്ച് അവളുടെ ശരീരത്തിൻ്റെ തൊലിയോ വണ്ണമോ നിറമോ വലിപ്പമോ ഒന്നും കാണാത്ത രീതിയിൽ നടക്കുന്ന ഒരു ദീനിയായ സ്വാലിഹത്തായ ഒരു കുട്ടി, അവൾക്ക് എത്രമാത്രം പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമെന്നറിയോ? കുടുംബക്കാരുടെ വക, നാട്ടുകാരിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന് പല എതിർപ്പുകളും അവർ നേരിടേണ്ടി വരും. അല്ലെങ്കിൽ ഒരു കല്യാണം വരുമ്പോൾ ഇന്ന് പേരക്കുട്ടികളൊക്കെ ഒരേപോലത്തെ ഡ്രസ്സ്, പേരൻ്റെ പേര ഒരേപോലത്തെ ഡ്രസ്സ്, അങ്ങനെ ഒരുപാട് കാശ് വെറുതെ കളഞ്ഞു മുടിക്കുന്ന സംസ്കാരം വലിയ രീതിയിൽ നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഈ പെണ്ണ്, ഈ ഹിജാബ് ധരിക്കുന്ന ഫർദയിടുന്ന പെണ്ണ്, എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കുടുംബക്കാരെ, കസിൻസ് എല്ലാം ആ വയസ്സം എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് ധരിക്കുമ്പോൾ അള്ളാഹു തആല മുഖം വെളിവാക്കരുത് പെണ്ണെ, ഔറത്ത് മറയ്ക്കണം പെണ്ണെ, ലജ്ജയുള്ളവളാകണം പെണ്ണെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാലോചിച്ചുകൊണ്ട് അവൾ അവളുടെ വേഷം മാറ്റാതിരിക്കുമ്പോൾ ചെറിയൊരു കയ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ ആരാധനയുടെ കയ്പ് നീ അനുഭവിക്കണം, അത് നീ ക്ഷമിക്കണമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആറാമതായി മഹാനവറുകൾ പറയുന്നു, മോളെ നീ എത്ര ചിരിച്ചോ അത്രത്തോളം നീ കരയണം കേട്ടോ. അള്ളാഹുവിനോർത്തുകൊണ്ട് നീ കരയണമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇങ്ങനെയായിരിക്കണം നിന്റെ ജീവിതമെന്ന്, ഇങ്ങനെയായിരിക്കണം നിന്റെ തൗബയെന്ന്, തൗബയ്ക്ക് ശേഷമുള്ള ജീവിതമെന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ബൈത്ത് പഠിച്ചിട്ടുണ്ടല്ല, മദ്രസയിൽ ദർസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തുലുബ മതാബം ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർകി ദംബി ഫീ മസ്തഖ്ബല. അല്ലാഹു തആല നിന്റെ തൗബ സ്വീകരിക്കണമെങ്കിൽ 4 ഷർത്തുക്കളുണ്ടെന്ന. എന്താ ഷർത്ത്, എന്താ നിബന്ധന? ഒന്ന്, നീ അള്ളാഹുവിനോട് ഖേദിച്ചുകൊണ്ട് തൗബ ചെയ്യണം. നിന്റെ മനസ്സ് അങ്ങേയറ്റം വേദനിച്ചുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്യണം. പിന്നെ പറയുന്നു, ഒരിക്കലും റബ്ബേ ഇനി ആ തെറ്റി എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവൂല അല്ലാഹ് എന്ന് നീ ഉറപ്പിക്കുകയും വേണം. നാലാമതായി പറയുന്നത്, മനുഷ്യന്മാരുടെ എല്ലാവിധ ബാധ്യതകളും നീ തീർക്കണം. എന്നാലേ അല്ലാഹു തആല നിനക്ക് തൗബ ചെയ്തു തരുള്ളൂ, നിന്റെ തൗബയെ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥ വിധത്തിൽ നമ്മളെല്ലാം തൗബ ചെയ്യണം. അല്ലാഹു നമ്മുടെ തൗബയെ സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ മഹദി അവറുകളുടെ പാല് കുടിച്ചിട്ടുള്ള വ്യക്തിയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്, ഔലിയാക്കളുടെ നേതാവാണ്. ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹുവും സംഘവും ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ചു. കുടിക്കാൻ വെള്ളമില്ല, എവിടുന്നും വെള്ളം കിട്ടാനില്ല. ദാഹിച്ച് വലയുകയാണ്, നടക്കാൻ പറ്റുന്നില്ല. ജനങ്ങളെല്ലാം ഹസൻ അൽ ബസരിയോട് പരാതി പറഞ്ഞു, മഹാനവറുകളെ വെള്ളം വേണം, വെള്ളമില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂല. അപ്പോഴാണ് ഒരു കിണർ കാണുന്നത്. ആ കിണറിൻ്റെ അടിത്തട്ടിൽ വെള്ളമുണ്ട്, പക്ഷേ
ആ വെള്ളമെടുക്കാൻ കയറോ ബക്കറ്റോ ഒന്നുമില്ല. വെള്ളമാണെങ്കിൽ അടിഭാഗത്തേ ഉള്ളൂ. മഹാനവറുകളോട് വിഷമം പറഞ്ഞപ്പോൾ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊന്ന് 2 റക്അത്ത് നിസ്കരിക്കട്ടെ, 2 റക്അത്ത് നിസ്കരിക്കട്ടെ, നിങ്ങൾ ആ കിണറിൻ്റെ അരികിലേക്ക് പോയിക്കോളി. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ നിന്നപ്പോൾ ആ കിണറ്റിലെ വെള്ളം ഉയർന്നു വന്നുപോയി. പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിങ്ങൾ നിസ്കാരം കൊണ്ട് ക്ഷമ കൊണ്ട് സഹായം ചോദിക്കണമെന്ന്. നമ്മൾ കുത്തുബിയത്തൊക്കെ ചെല്ലുമ്പോൾ ഇടയിൽ 2 റക്അത്ത് നിസ്കരിക്കലുണ്ട്. അതൊന്നും തെളിവില്ലാതെ നമ്മൾ ചെയ്യുന്നതല്ല. ആ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു നാട്ടിൽ മഴയില്ലാതെ ജനങ്ങളൊക്കെ ദ്വാർപ്പിക്കാൻ വന്നപ്പോൾ ഹസനുൽ ബസ്രി പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങളെ നാട്ടിലുള്ളത് കൊണ്ടാണോ മഴ പെയ്യാത്തത്? മഹാന്മാരങ്ങനെ തെറ്റ് ചെയ്തില്ലെങ്കിലും തെറ്റ് ചെയ്തവരെ പോലെ പെരുമാറുന്നു. അതാണ് വിനയം. എന്നാ നമ്മൾ ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാ. എന്നാ നമുക്ക് ആ ചിന്ത ഒന്നും ഉണ്ടാവില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവനേക്കാളും ഉയർന്ന രീതിയിലേ ചിന്തിക്കുള്ളൂ. ഞാനുള്ളത് കാരണമായിരിക്കും മഴ കിട്ടാഞ്ഞത്. വളരെ താഴ്മയോടുകൂടെ തെറ്റ് ചെയ്തില്ലെങ്കിലും തെറ്റ് ചെയ്തതുപോലെയുള്ള സംസാരം, പ്രവർത്തനമാണ് മഹാന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അവസാനമായിക്കൊണ്ട് ബറക്കത്തിന് വേണ്ടി ചെറിയൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു യുവാവ് ഓടി വന്നുകൊണ്ട് അദ്ദേഹം പൊട്ടി കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ സമാധാനിപ്പിച്ചു, മോനെ കരയല്ലേ, എന്താണ് നീ കരയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, നബിയേ, ഞാൻ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് നബിയേ, വലിയ തെറ്റാണ് നബിയേ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യുവാവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, മോനെ, നീ ചെയ്ത തെറ്റെന്താ? അല്ലാഹു തആല ഗഫാറാണല്ലോ, പുറത്തിരുന്നവനാണല്ലോ, റബ്ബ് പൊരുത്തപ്പെട്ടു തരും. നബിയേ, ഞാൻ ചെയ്ത തെറ്റ് വലിയ തെറ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചറിഞ്ഞു, റബ്ബ് വലിയവനല്ലേ മോനെ, ഏത് തെറ്റാണെങ്കിലും നിനക്ക് പൊരുത്തപ്പെട്ടു തരും. ആ യുവാവ് പറയുകയാണ്, നബിയെ, അൻസാരിയായ ഒരു സ്ത്രീ മരണപ്പെട്ടുപോയി. ആ മരണപ്പെട്ടുപോയ അൻസാരിയായ സ്ത്രീയുടെ ഖബറിൽ രാത്രി സമയത്ത് ഞാൻ ചെന്നു. ആ ഖബറ് കുഴിച്ചു. എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നാട്ടിൽ ആര് മരണപ്പെട്ടാലും രാത്രി സമയത്ത് പോയി അവരുടെ കഫൻ തുണി ഞാൻ ഊരിയെടുക്കും. പിറ്റേ ദിവസം അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് എൻ്റെ പണി. ഒരു ദിവസം ഞാനൊരു അൻസാരിയായ പെണ്ണിൻ്റെ ഖബറിൻ്റെ അരികിൽ പോയി അവളുടെ കഫൻ തുണി ഞാൻ ഊരിയെടുത്തു. ഞാൻ തിരിഞ്ഞു പോവുകയാണ്. ആ സമയത്ത് ശൈത്താൻ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു, ശൈത്താൻ എന്നെ ചതിച്ചു നബിയെ. ആ പെണ്ണിൽ എനിക്ക് ആകർഷത ഉണ്ടാക്കിയിട്ട്, ഇത്രയും നല്ല പെണ്ണിനെ മുമ്പിൽ കിട്ടിയിട്ട് നീ വെറുതെ പോവുകയാണടാ എന്ന് ശൈത്താൻ എൻ്റെ ഖൽബിൽ തോന്നിപ്പിച്ചു. ആ പെണ്ണിനെ ഞാൻ വ്യഭിചരിച്ചു നബിയെ. ആ പെണ്ണിനെ ഞാൻ വ്യഭിചരിച്ചു നബിയെ. വ്യഭിചാരം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോൾ ആ ഖബറിൽ കിടക്കുന്ന പെണ്ണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, നബിയെ, എടാ, മാലിക് യൗമിദ്ദീൻ എന്ന് നീ പഠിച്ചിട്ടില്ലേ? ഖിയാമത്ത് നാളുണ്ടെന്നറിയൂലേ? നാളെ മഹ്ശറായിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആരോടെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹു തആല ആ അക്രമം ഏറ്റുവാങ്ങിയ മനുഷ്യനെ കൊണ്ട് തിരിച്ചടിപ്പിക്കാതെ ഇരിക്കില്ല എന്ന് നീ അറിയൂലേ? ഒരു കോഴി അകാരണമായിട്ട് മറ്റൊരു കോഴിയെ കുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുത്തേറ്റ കോഴിയെ കൊണ്ട് ഈ കോഴിയെ കുത്തിപ്പിക്കാതെ, പ്രതികാരം തീർക്കാതെ അല്ലാഹു ഇരിക്കുകയില്ല. അന്നേ ദിവസം ഞാൻ നിന്നെ പിടികൂടുമെടാ. ഈ ഖബറിൽ കിടക്കുന്ന എന്നെ നീ വിഭജിച്ച് വലിയ അശുദ്ധിക്കാരിയാക്കി, കുളിക്കാൻ പോലും കഴിയാത്ത ഒരു പെണ്ണല്ലേ ഞാൻ എന്നൊക്കെ ആ പെണ്ണ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചു പോയി നബിയെ. ഞാൻ അള്ളാഹുവിനോട് ഒരുപാട് ദുആ ചെയ്തു, തൗബ ചെയ്തു, കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, നീ പോകടാ, നിനക്ക് തൗബയില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ വേദനിച്ചുകൊണ്ട്
വേദനിക്കുന്ന ഖൽബുമായി തിരിച്ചുപോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ആ മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, യാ ഇലാഹ മുഹമ്മദ് വ ആദം വ ഹവ്വ, ഓ മുഹമ്മദ് നബിയുടെ അള്ളാഹുവേ, ആദം നബിയും ഹവ്വാ റളിയല്ലാഹു അൻഹയും ആരാധിച്ച പടച്ച റബ്ബേ. നിങ്ങൾ ആ പ്രയോഗമൊന്ന് കേട്ടു നോക്കൂ. മുഹമ്മദ് നബിയുടെ പടച്ച റബ്ബേ, ആദം നബിയുടെ പടച്ച റബ്ബേ, ഹവ്വാ റളിയല്ലാഹു അൻഹയുടെ റബ്ബേ എന്ന് വിളിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ ദുആ ചെയ്യുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു. ആ മനുഷ്യൻ പറഞ്ഞു, ഇൻ കുൻത ഗഫർത ലീ, എനിക്ക് നീ പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഫഅലിം മുഹമ്മദാ വ അസ്ഹാബഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ അനുയായികൾക്കും നീ പൊരുത്തപ്പെട്ട് തന്ന വിവരം അറിയിക്കണം അല്ലാ. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. വ ഇല്ലാ, നീ അങ്ങനെ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ ഫഅർസിൽ അലയ്യ നാറൻ മിനസ് സമാ, ആകാശത്തിൽ നിന്നുള്ള ഒരു തീ വന്നുകൊണ്ട് എന്നെ കരിച്ചു കളയട്ടെ അല്ലാ, എന്നെ നീ കരിപ്പിച്ചു കളയൂ അല്ലാ എന്ന് ആ മനുഷ്യൻ ദുആ ചെയ്യുകയാണ്. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്തപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങുകയാണ്. നബിയേ, എന്തിനാണ് നബിയെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു വന്ന ആ മനുഷ്യനെ മടക്കി വിട്ടത്? ഫഇന്നി തുബ്തു ഇലൈഹി, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യനെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന്. നബിയെ, ആ മനുഷ്യന് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു തആല അങ്ങേയറ്റം തൗബ ചെയ്യുന്നവനാ, തൗബ സ്വീകരിക്കുന്നവനാണ്. അള്ളാഹു തആല അങ്ങേയറ്റം റഹീമുമാണ്, കരുണ ചെയ്യുന്നവനുമാണ്. സഹോദരങ്ങളെ, നാം എത്ര വലിയ തെറ്റ് ചെയ്താലും യജമാനനായ റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ തെറ്റുകൾ നാം പൊറുപ്പിക്കണം. തെറ്റുകളെല്ലാം പൊറുപ്പിച്ചുകൊണ്ട് പരിശുദ്ധമായ റമളാനിലേക്ക് നാം കടക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഞാൻ എത്ര വലിയ തെറ്റ് ചെയ്താലും റബ്ബ് എനിക്ക് പൊരുത്തപ്പെട്ടു തരും എന്ന് അടുത്ത തെറ്റ് ചെയ്യാനുള്ള പ്രേരണയല്ല ഇത് നൽകുന്നത്. ചെയ്തു പോയ തെറ്റുകൾ അവസാനിപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്യുക എന്നത്. ചില ആളുകൾ എത്ര തെറ്റ് ചെയ്താലും റബ്ബ് പൊരുത്തപ്പെട്ടു തരും എന്ന് മനസ്സിലാക്കും. ഒരു തെറ്റ് ചെയ്യും, പിന്നെയും തെറ്റ് ചെയ്യും, പിന്നെയും തെറ്റ് ചെയ്യും. അങ്ങനത്തെ തെറ്റ് ചെയ്യാനുള്ള പ്രേരണയല്ല ഇവിടെ നൽകുന്നത്. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തൗബ ചെയ്യാൻ നീ ബാക്കിയുണ്ടാകോ എന്ന് നിനക്ക് ഉറപ്പുണ്ടോ മോനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 40 കൊല്ലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നടന്ന ഒരു സഹോദരൻ, ജ്യേഷ്ഠനും അനിയനുണ്ടായിരുന്നു. ഇക്കാക്ക മുകളിലത്തെ നിലയിലാണ്, അദ്ദേഹം വലിയ ഇബാദത്തിലാണ്, ആരാധനയിലാണ്. അടിയിലെ അനിയനാണെങ്കിൽ അവൻ തെമ്മാടിയാണ്, മദ്യപിക്കുന്ന ആളാണ്. അവൻ്റെ കൂട്ടുകാർ പലപ്പോഴും അവൻ്റെ വീട്ടിലിരുന്ന് മദ്യപിക്കാനായി വരും. ആ മദ്യപിക്കാൻ വരുന്ന സമയത്ത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ജ്യേഷ്ഠനെ തടസ്സമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠൻ മുകളിലത്തെ നിലയിലാണ് താമസിക്കുന്നത്, അനിയൻ അടിയിലത്തെ നിലയിലും. 40 വർഷം അദ്ദേഹം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നടന്നു. നിസ്കാരവും നോമ്പും ഓത്തും പാരായണവുമായി ദിക്റും ചൊല്ലിയിട്ട് ജീവിച്ചു. 40 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇക്കാക്ക ചിന്തിക്കുകയാണ്, 40 കൊല്ലം ഞാൻ ഇബാദത്ത് ചെയ്ത് നടന്നല്ലോ. ശൈത്താൻ തോന്നിപ്പിച്ചു അയാളുടെ മനസ്സിൽ, അല്ലാഹു തആല ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന, അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് തൗബ ചെയ്യുന്നവരെയാണല്ലോ. തൗബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത തെറ്റിന്റെ പേരിൽ ഖേദിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ തൗബ ചെയ്യണമെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യണ്ടേ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇക്കാക്ക അടിയിലുള്ള താഴെയുള്ള അനിയന്റെ അരികിലേക്ക് വരികയാണ്. അനിയന്റെ കൂടെ കൂട്ടുകൂടി തെറ്റ് ചെയ്തിട്ട് പിന്നെ തൗബ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് വരുന്നത്. അതേസമയം 40 കൊല്ലം തെമ്മാടിത്തരം അള്ളാഹുവിനെ ഓർക്കാതെ ജീവിച്ച അനിയൻ ചിന്തിക്കുകയാണ്, എൻ്റെ ഇക്കാക്ക മുകളിൽ ഇരുന്നു കൊണ്ട് 40 കൊല്ലമായി അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുകയാണല്ലോ, എനിക്ക് നന്നാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് അനിയൻ
മുകളിലേക്ക് പോവുകയാണ്. രാത്രി സമയമാണ്, വിളക്കില്ല. ഇക്കാക്ക മുകളിൽ നിന്ന് താഴോട്ടും അനിയൻ അടിയിൽ നിന്ന് മുകളിലോട്ടും പോവുകയാണ്. ഇവർ പരസ്പരം കൂട്ടിമുട്ടി നിലത്ത് വീണു. രണ്ടുപേരും ആ വീണ വീഴ്ചയിൽ മരിച്ചുപോയി. സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബ, 40 കൊല്ലം അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് നടന്ന ഇക്കാക്ക പോയത്, ജ്യേഷ്ഠൻ പോയത് നരകത്തിലേക്കാ. എന്നാൽ 40 കൊല്ലം തെറ്റ് മാത്രം ചെയ്ത് അവസാന സമയം ആഖിബത്ത് നന്നായി മരിച്ച മനുഷ്യൻ അവൻ സ്വർഗത്തിലേക്ക് പോയി. സ്വഹാബ, പ്രിയമുള്ളവരെ, എപ്പോഴാണ് മരണം വന്നെത്തുക എന്ന് പറയാൻ കഴിയൂല. തെറ്റ് ചെയ്യുമ്പോൾ റബ്ബേ, ഞാൻ ഇതോടുകൂടെ മരിക്കുമോ എന്നുള്ള പേടിയാണ് നമുക്ക് വേണ്ടത്. തൗബയ്ക്ക് അവസരം കിട്ടാതെ റബ്ബ് തൗബ സ്വീകരിക്കുന്നതിൻ്റെ മുമ്പ് ഞാനെങ്ങാനും മരണപ്പെട്ടു പോയാൽ എന്നുള്ള ചിന്ത നമുക്ക് വേണം. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് സ്വയം ചൊല്ലി ഉറക്കെ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരന്മാർ, അവരുടെ മക്കള്, കൂട്ടുകുടുംബങ്ങൾ, നമ്മളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ദുആറക്കണമെന്ന വസിയത്തോടുകൂടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.